ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് മോദി സർക്കാരിലെ വളരെ പ്രശസ്തനായ ഒരു മന്ത്രിയാണ്. ഗവൺമെന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹമാണ് പ്രധാനമായിട്ടും കളത്തിൽ ഇറങ്ങുന്നത്. പ്ലീസ് വെൽക്കം യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ. അടുത്തതായി ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ ജഡ്ജി സീനിയർ ജേർണലിസ്റ്റായ രാഹുൽ ദേവ് ആണ്. ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിചാരണ ആരംഭിക്കാൻ നമ്മുടെ ജഡ്ജിയായ രാഹുൽ ദേവിനോട് അനുവാദം നമുക്ക് ചോദിക്കാം. അനുവദിക്കുന്നു. കുറ്റങ്ങളൊക്കെ താങ്കളുടെ പേരിൽ ആരോപിക്കുന്നതിന് മുൻപ്, താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നതിന് മുൻപ് പീയൂഷ് ഗോയലിന്റെ പൊളിറ്റിക്കൽ കരിയർ നമുക്കൊരു പ്രാവശ്യം കാണാം. ഭാരത സർക്കാരിന്റെ സീനിയർ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, മോദി സർക്കാരിലെ പ്രശ്ന പരിഹാരി. പീയൂഷ് ഗോയലിന്റെ റെസ്പോൺസിബിലിറ്റി ലിസ്റ്റ് വളരെ വലുതാണ്. പീയൂഷ് ഗോയൽ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായിട്ട് പദവി വഹിക്കുന്നു. കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലും മിനിസ്റ്ററാണ്. അതുമാത്രമല്ല, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയും ഇദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ ലീഡർ ഓഫ് ദി ഹൗസായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 9 വർഷങ്ങളിൽ മോദി സർക്കാരിൽ പീയൂഷ് ഗോയൽ ഫൈനാൻസ് മിനിസ്റ്ററായി പ്രവർത്തിച്ചു, റെയിൽവേ ആൻഡ് കോൾ മിനിസ്റ്ററായിട്ടും പ്രവർത്തിച്ചു, പവർ മിനിസ്റ്ററായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചു. ഗവൺമെന്റിൽ മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ആക്റ്റീവായി ഇദ്ദേഹം ഉണ്ടായിരിക്കും. പീയൂഷ് ഗോയൽ 1984 ഒരു സാധാരണ പ്രവർത്തകനായി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ്, ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഇവ കാരണം പീയൂഷ് ഗോയൽ 2010 പാർട്ടിയുടെ നാഷണൽ ട്രഷറർ പദവി വരെ എത്തി. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് പീയൂഷ് ഗോയലിന്റെ അക്കാദമിക് റെക്കോർഡ് വളരെ ബ്രില്യന്റ് ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ പീയൂഷ് ഗോയൽ ഓൾ ഇന്ത്യ ലെവലിൽ 2nd റാങ്ക് ഹോൾഡറാണ്. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോയിൽ 2nd റാങ്ക് നേടി. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് പീയൂഷ് ഗോയൽ വളരെ പോപ്പുലറായ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നു. അദ്ദേഹം ടോപ്പ് കോർപ്പറേറ്റ്സിന്റെ അഡ്വൈസറായി പ്രവർത്തിച്ചു. മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒപ്പം ഗ്രോത്തിന്റെ എക്സ്പെർട്ടായും പ്രവർത്തിച്ചു. ഫൈനാൻസ് ആൻഡ് ബാങ്കിങ്ങിന്റെ എക്സ്പീരിയൻസ്, ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ എക്സ്പീരിയൻസ്, വലിയ വലിയ മിനിസ്ട്രിയുടെ ഉത്തരവാദിത്തങ്ങൾ പീയൂഷ് ഗോയലിന് രാജ്യത്തും വിദേശത്തും പുതിയൊരു അംഗീകാരം നേടിക്കൊടുത്തു. ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയൽ അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളിൽ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം കുടുംബ രാഷ്ട്രീയത്തിന്റെ സിംബലാണ് എന്നുള്ളതാണ്. പീയൂഷ് സർ, BJP ഇവിടെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ കുടുംബ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ളവരാണെന്ന്. പക്ഷെ താങ്കളുടെ അമ്മ 3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്നു, 3 പ്രാവശ്യം MLA ആയിരിക്കുന്നു. താങ്കളുടെ അച്ഛൻ BJPയുടെ ട്രഷററായിരുന്നു, രാജ്യസഭാ മെമ്പറായിരുന്നു. വാജ്പേയിയുടെ സർക്കാരുള്ള സമയത്ത് അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇത് കുടുംബ രാഷ്ട്രീയം അല്ലാതെ വേറെന്താ? രജിത് സാർ, ഈ കുടുംബരാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവുമെന്ന് വെച്ചാൽ, ഒരാള് ഒന്നും തന്നെ ചെയ്യാണ്ട് നേരെ പോയി സീറ്റിലിരിക്കുന്നതാണത്. ഞാൻ 2008 വരെ മഹാരാഷ്ട്രയുടെ മുംബൈയിലൊരു സാധാരണ കാര്യകർത്താവായിരുന്നു. ഞാൻ പോസ്റ്റർ എടുത്തുകൊണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ വീട്ടിൽ തന്നെയായിരുന്നു ഇരുന്ന് പശ ചെയ്യുന്നതും. കാരണം അന്നൊന്നും ഈ പോസ്റ്ററിന് ഗ്ലൂ ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് പശയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് രാത്രിയിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിട്ടിരിക്കില്ല, അതുകൊണ്ട് വാൾ റൈറ്റിംഗ് ആണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അവിടുന്നാണ് കഷ്ടങ്ങളൊക്കെ ആരംഭിച്ചത്. എനിക്ക് അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ കുടുംബത്തിലൊരാളോ നേരെ എന്നെ എടുത്തുകൊണ്ടുപോയി ആ സീറ്റിൽ ആരും തന്നെ ഇരുത്തിയിട്ടില്ല. അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2008 താങ്കൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ താങ്കളുടെ രാജ്യസഭാ സീറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ഇതിൽ വല്ല സത്യമുണ്ടോ?
നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് വന്നെന്ന് തോന്നുന്നല്ലോ. ഇത് ഞാൻ ഈ അദാലത്തിൽ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റൂ. കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛൻ്റെ ടേമും അതിനിപ്പുറം തീർന്നു. സോ ഞാൻ അതിനിപ്പുറം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രാവശ്യം റിക്വസ്റ്റ് ഒക്കെ ചെയ്തതാ, അദ്ദേഹത്തിനെ കൊണ്ട് ആ സമയത്ത് അദ്വാനിജിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ. അദ്വാനിജി എന്നെ വീട്ടിലോട്ട് തന്നെ വിളിച്ചു വരുത്തി. ഏകദേശം 1 മണിക്കൂർ ഹീ ഗൈഡഡ് മീ. ഇതാ നോക്ക്, 1 മണിക്കൂർ നീ എൻ്റെ സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ ജീവിതം മുഴുവനും നിനക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാനിവിടെ ഇരിക്കുവാണെങ്കിൽ നിനക്ക് രാഷ്ട്രീയത്തിൽ സീറ്റ് കിട്ടിയതിന് കാരണം അതാന്നാകും. നിന്റെ കഴിവിനും നിന്റെ ഹാർഡ് വർക്കിനും തീർച്ചയായിട്ടും നിനക്ക് ഒരു ദിവസം പദവി കിട്ടും. അത് വരുമ്പോൾ വരട്ടെ. നീ മറ്റേ രാഷ്ട്രീയത്തിലോട്ട് വന്നത് വെറും പദവിക്ക് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അല്ലേ നിനക്ക് വേണ്ടത്. അത് നീ ചെയ്ത് കാണിക്കുക. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഹി ഗോട്ട് പാസ്ഡ് അവേ. വളരെ കഷ്ടമായിരുന്നു അതൊക്കെ. സോ ഞാൻ ആ സമയത്ത് എനിക്ക് ആ പദവി കിട്ടാത്തതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പോൾ. ഒരുപക്ഷെ എനിക്കന്ന് ആ പദവി കിട്ടിയിരുന്നാൽ ഇന്ന് ഈ അദാലത്തിൽ നിങ്ങളുടെ അടുത്ത് ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയായിരുന്നു തന്നെ. അതാണ് സത്യവും. പക്ഷേ താങ്കളുടെ അമ്മ എല്ലാവരുടെ അടുത്തും താങ്കൾ 4 വയസ്സ് മുതൽ തന്നെ ക്യാമ്പയിനൊക്കെ ചെയ്യുമായിരുന്നു. ജനസംഘത്തിന്റെ ഫ്ലാഗ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നൊക്കെ അമ്മ എല്ലാവരോടും പറഞ്ഞതായിട്ടാണ് കേട്ടത്. ഇത് പല പ്രാവശ്യം ഞാനും കേട്ടതാണ്. ഞാൻ നിങ്ങളെ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് റോഡിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ വോട്ട് ഭാരതീയ ജനസംഖ്യയ്ക്കാണ് തീർച്ചയായിട്ടും കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ റോഡിൽ നിന്ന് എല്ലാവരുടെ അടുത്തും വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഉള്ള കാര്യം പറയാലോ, അന്ന് വോട്ടെന്ന് വെച്ചാൽ എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ കുറച്ചായിട്ട് താങ്കൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നാണ് തോന്നുന്നത്. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ ഏത് രാഷ്ട്രീയക്കാരുടെ മടിയിലാണോ ഇരുന്ന് കളിച്ചത്, അതിലൊരു വ്യക്തിയാണ് ഗുരു ഗോൾവർക്കർ ചിത്ത്, മറ്റൊന്ന് അടൽ ബിഹാരി വാജ്പേയി. അവരുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കളിയൊക്കെ പഠിച്ചോ? അത് തീർച്ചയായിട്ടും എൻ്റെ അധിഷ്ടമെന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. റെസ്പെക്റ്റഡ് അടൽജി എൻ്റെ വീട്ടിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പല രാഷ്ട്രീയക്കാരുടെയും ഈ ഡൈമെൻഷൻസ് ഒന്നും നമുക്ക് കയറത്തില്ലല്ലോ തലയ്ക്ക്, നമുക്കത് മനസ്സിലാവത്തുമില്ല. അദ്ദേഹം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ വീട്ടിൽ അധികം ആരുടെ അടുത്ത് സംസാരിക്കത്തുമില്ല. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൻ്റെ അകത്ത് വട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, മാർബിൾസ്. അദ്ദേഹം എപ്പോഴാണ് വന്നതെന്ന് പോലും ശരിക്കും എനിക്ക് അറിയത്തില്ല. അദ്ദേഹം അപ്പോൾ മുണ്ടൊക്കെ എടുത്തോണ്ട് ഇത് അങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് ചെയർ എടുത്തോണ്ട് ഒന്നവിടെ ഇരുന്ന് ഹി സോ മീ ഫെയിൽ. അപ്പം ഞാൻ 2 അടി മുന്നേ ഇരുന്ന ആ മാർബിൾ പോലും എന്നെ കൊണ്ട് അടിക്കാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹം എൻ്റെ അടുത്തുനിന്ന് ആ മാർബിൾ മേടിച്ചോണ്ട്, ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ തലച്ചോറിലിങ്ങനെ നിൽക്കുമല്ലോ, അദ്ദേഹം ഈ മാർബിൾ എടുത്ത് ഈ വിരലും വെച്ചോണ്ട് ഇത് ആ മാർബിൾ ഇങ്ങനെ വെച്ചോണ്ട് ഇവിടെ ഈ വിരലും കൊണ്ട് തന്നെ 8 അടി ദൂരെ ഇരുന്ന ആ മാർബിൾ അടിച്ചു. അന്നോട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനായെന്ന് എനിക്ക് തോന്നുന്നേ. ചെറിയ ചെറിയ കാര്യങ്ങൾ പല പ്രാവശ്യമായിട്ട് നമ്മളെ ഒരുപാട് പല കാര്യം പഠിപ്പിക്കും. ഞങ്ങളുടെ വീട്ടിലോട്ട് വലിയ വലിയ തലവന്മാരൊക്കെ വരും. കാര്യകർത്താവ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ തലവന്മാരായിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ, എപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നതും. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഏർലി ലെസൺസ് അത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ റെസ്പെക്റ്റഡ് മോദിജി ആക്ഷനിലത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. അദ്ദേഹം ആ ശീലമൊക്കെ സൊസൈറ്റിയിലോട്ട്, നാടിൻ്റെ രാഷ്ട്രീയ ഭരണത്തിലോട്ട് ഇറക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാനും വല്ലാണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. അതൊക്കെ അടൽ ബിഹാരി വാജ്പേയി ഒരിക്കൽ അദ്ദേഹത്തിനോടൊപ്പം താങ്കളെ ഫ്ലൈറ്റിൽ കൂട്ടിക്കൊണ്ടുവന്ന് കേട്ടു. 2-3 ദിവസം ഇങ്ങനെ ചുറ്റിക്കറക്കി കാണിച്ചെന്ന് കേട്ടു. ഞാൻ അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നല്ലപോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നേരെ ഇങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് അന്ന് ഞാൻ എയർപോർട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ ടാർമാക്കിൽ അദ്ദേഹം അന്ന് ഡൽഹിയിലോട്ട് വന്നിരുന്നു. അതിനുശേഷം സംഗ്ലി, കോലാപൂരിലൊക്കെ അദ്ദേഹത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു 4 ദിവസം. അദ്ദേഹം അന്നൊരു ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അന്ന് അദ്ദേഹം എയർപോർട്ടിൽ ടാർമാക്കിൽ വെച്ച് എൻ്റെ അടുത്ത് നീ എന്താ ചെയ്യുന്നതെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാനന്ന് ലീവിലാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. എൻ്റെ ഒപ്പം വാന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഐ വാസ് ടേക്കൻ എ ബാക്ക്. കാരണം ഞാൻ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു, ഒരു അറേഞ്ച്മെൻറ്റ്സും ചെയ്തില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൊച്ചു പ്രായത്തിൽ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം നല്ല സ്നേഹത്തോടെയാണ് ഇരുന്നത് എൻ്റെ ഒപ്പം. അദ്ദേഹം എന്നെ ഫ്ലൈറ്റിൽ ഇരുത്തി കൂട്ടിക്കൊണ്ടുപോയി. 4 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോഴും ആ കളക്ഷൻസൊക്കെ എൻ്റെ ഒപ്പം തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുമ്പോൾ ആദ്യം ഞാൻ പോയത് കോലാപൂരിലോട്ടാണ്. അവിടെ കടയ്ക്ക് പോയപ്പോൾ അദ്ദേഹം എനിക്ക് കോലാപൂരി ചപ്പലൊക്കെ മേടിച്ചു തന്നതാ. പൈജാമാസും കുർത്താസൊക്കെ മേടിച്ചു തന്നു. പിന്നെ 4 ദിവസവും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. അതിലൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ പറ്റൂ, അത് വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. ലതാ മങ്കേഷ്കർ മാമിൻ്റെ പ്രസംഗമായിരുന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു.
അന്ന് അടൽജി ശരിക്കും ഒരു മണിക്കൂറൊക്കെ ആയിരുന്നു സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ആ മുഴുവൻ 1 മണിക്കൂർ സ്പീച്ചും അത് മുഴുവനും രാഷ്ട്രീയത്തിനെക്കുറിച്ചല്ലാണ്ട് ഇന്ത്യയുടെ കൾച്ചറിനെക്കുറിച്ച്, ഇന്ത്യനെക്കുറിച്ച്, ഇന്ത്യയുടെ മ്യൂസിക് എന്താണെന്നും ഇന്ത്യയുടെ പാരമ്പര്യം എന്താണെന്നും അദ്ദേഹം 1 മണിക്കൂറിന് സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം സംസാരിച്ച ആ സ്പീച്ച് എന്നെക്കൊണ്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നും 100ാമത്തെ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാം, പ്രധാനമന്ത്രി മോദിജിയുടെ പ്രോഗ്രാം ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നതും. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി 100 മാസങ്ങൾക്ക് അതിന് മുന്നിൽ നിന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളാണ്. അതാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 100 എപ്പിസോഡിൽ ഒരു പ്രാവശ്യം പോലും മോദിജി രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പോലും മോദിജി ആ മൻ കി ബാത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടില്ല. ഇതൊന്നും ചെറിയ കാര്യമല്ല കേട്ടോ. താങ്കളെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. അതിൽ താങ്കൾക്ക് 2ാമത്തെ റാങ്കാണ് ലഭിച്ചത്. ഒപ്പം താങ്കൾ ലോയും ചെയ്തിരിക്കുന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കൾ ഈ രാഷ്ട്രീയത്തിൽ വന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്താ ജോലി എന്ന് ആലോചിച്ചില്ലേ? ഓൺ ദ കോൺട്രറി, എനിക്ക് ശരിക്കും അറിഞ്ഞത് വരെ ഒരുപക്ഷെ നിങ്ങൾ പ്രധാനമന്ത്രി മോദിജിയുടെ ഓവറോൾ ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ, അദ്ദേഹം ജോലി ചെയ്യുന്ന പരിപാടി നോക്കുവാണെങ്കിൽ, എനിവേ ഒരു വിധത്തിൽ നോക്കുവാണെങ്കിൽ ഞാനിതെൻ്റെ ഒരു അടയാളമായിട്ട് തന്നെയേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമേലുള്ള ആൾക്കാർ, പ്രധാനമന്ത്രി മോദിജി ആയിക്കോട്ടെ, റെസ്പെക്റ്റഡ് അമിത്ഷാജി ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഒരു വിധത്തിൽ നാടിൻ്റെ യൂസിന് വേണ്ടി പുതിയ ടെക്നോളജീസ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ഡിജിറ്റൽ ലോകത്തിൻ്റെ ഉപയോഗങ്ങൾ, റെഗുലർ വർക്കിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, ലോകം മുഴുവനുമുള്ള വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വരണമെന്നാണ് അവർ പോരാടുന്നതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. BS6 വണ്ടിയുടെ സ്റ്റാൻഡേർഡ്, അത് എൻവിറോൺമെൻറ്റ് വളരെ നല്ലതാണ്. യൂറോപ്പും അമേരിക്കയും എപ്പോഴും അത് ഉപയോഗപ്പെടുത്തി. ഇന്ത്യയിൽ അത് റീസെൻ്റ്ലി ആണ് ലോഞ്ച് ചെയ്തത്. മുമ്പൊക്കെ ഫോറിനിൽ ആദ്യം ലോഞ്ച് ആയിട്ട് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ലോഞ്ച് ആവുന്നത്. ഇപ്പം പെട്ടെന്നാവുന്നു. 5G ടെക്നോളജി നല്ലപോലെ വളർന്ന കൺട്രികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇത് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എല്ലാ ദേശത്തിലും പ്രധാനമന്ത്രി മോദിജി ഇന്ത്യയിലല്ല ലോകത്തിൽ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം തന്നെ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു നല്ല വിശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് വിശ്വാസം വരാനായിട്ടുള്ള ഒരു കാരണമായിരുന്നു. ഇതൊക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ മോദിജി മാത്രമാണ്. അതിൻ്റെ ഒപ്പം ചേർത്ത് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിധങ്ങളും, പുതിയ പ്രോസസ്, പുതിയതായിട്ട് പണിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും, എനിക്കറിഞ്ഞതുവരെ അദ്ദേഹം ഒരു മാനേജ്മെന്റ് ഗുരുവായിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേജ്രിവാൾ പറയുന്നത് 4th പാസ് എന്നാണ്. കേജ്രിവാൾ ആണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി മുഴുവനും വെബ്സൈറ്റിലാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് മോദിജിയുടെ വർക്ക് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെ നല്ലപോലെ ചിന്തിച്ചു നോക്ക്. അങ്ങനെ എന്ത് വ്യത്യാസമായിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ കോമേഴ്സ് സെക്രട്ടറി അവർ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി മോദിജിയെ ഞാൻ കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഡിസ്കഷൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി ആൻഡ് മോഡേൺ മാനുഫാക്ചറിങ്, മെഷീൻ ലേണിംഗ്, മെഷീൻ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ചിന്തകൾ, മോഡേണൈസ്ഡ് തിങ്കിങ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെല്ലാം തന്നെ ഉണ്ട്. എനിക്കറിഞ്ഞതുവരെ നമ്മുടെ എല്ലാവരുടെയും ചാർട്ടേഡ് അക്കൗണ്ടിങ്, പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഡിഗ്രിയേക്കാൾ അദ്ദേഹത്തിന്റെ ചിന്ത വളരെ വലുതാണ്, വളരെ മുന്നോട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. പബ്ലിക്കിൽ ആർക്കെങ്കിലും 1-2 പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, നിങ്ങൾ ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹനുമാന്റെ ഭക്തനാണോ? അതെ, ഞാൻ അദ്ദേഹത്തിനൊരു ഭക്തനാണ്. ഓരോ ചൊവ്വാഴ്ചകളിലും എന്നെ നിങ്ങൾ ഹനുമാന്റെ അമ്പലത്തിൽ കാണാൻ കഴിയും. അത് കെനോട്ട് പ്ലേസിലാണുള്ളത്. ഓരോ ശനിയാഴ്ചകളിലും ഞായമാറിൽ ഒരു ഹനുമാന്റെ അമ്പലമുണ്ട്. ഈ ഓരോ അമ്പലങ്ങളിലും എന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും കാണാനായിട്ട് കഴിയും. ഈ ലോകത്ത് ഞാൻ എങ്ങോട്ട് പോയാലും, അവിടെ നമ്മുടെ അമ്പലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും പോകാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഞാൻ പോവും. ലണ്ടനിലുള്ള സ്വാമിനാരായണൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്, സിഡ്നിയിലുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട്, നാട്ടിലുള്ള പല അമ്പലങ്ങളിൽ. ഒരു പ്രാവശ്യം വാഷിങ്ടണിൽ അമ്പലം തേടി 1 മണിക്കൂർ തന്നെ പോയി. അമ്പലം ഒരുപാട് ദൂരെ ആയിരുന്നു. എങ്ങോട്ടാ പോകേണ്ടതെന്നും അറിയാൻ മേല. പക്ഷേ ഞങ്ങൾ 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോയത്.
ദൈവത്തിൻ്റെ ആശീർവാദം എപ്പോഴും കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹമാണല്ലോ നമ്മുടെ സങ്കടമൊക്കെ തീർക്കുന്ന ഒരാളാണല്ലോ. ഒരുപക്ഷെ നാടിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹം തീർക്കുവാണെങ്കിൽ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടുവാണെങ്കിൽ, എനിക്ക് ജനങ്ങൾക്ക് ചെയ്യേണ്ട സേവകൾ നല്ല രീതിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം വരെ ഞാനത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സർ, കർണാടകയിലെ ഇലക്ഷനിൽ ഹനുമാൻ എൻട്രി ആയിരിക്കുകയാണ്. ഇത് കാരണം കോൺഗ്രസ് ശരിക്കും പേടിച്ചായിരിക്കുന്നത്. ദാ നോക്കൂ, ഹനുമാൻ ഹോംലി പ്രസന്റ് എല്ലാ സ്ഥലത്തും കാണും. പക്ഷേ കർണാടക അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഹനുമാന്റെ മേത്ത് വിശ്വാസമുണ്ട്. ഇപ്പൊ ദുരദൃഷ്ടവശമായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസ് പാർട്ടി, നമ്മുടെ റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി പറയുന്നത് പോലെ, ആദ്യം നിങ്ങളുടെ ദൈവം രാമനെ പൂട്ടിവെക്കണമെന്നും ട്രൈ ചെയ്തു. രാം സേതു പ്രശ്നം വരുമ്പോൾ രാം സേതു എന്നൊന്നും തന്നെ ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. രാമൻ ജനിച്ച സ്ഥലത്തിനെക്കുറിച്ച് പ്രശ്നം വരുമ്പോൾ, രാമൻ ജനിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അമ്പലത്തിനെ കെട്ടാൻ പാടില്ലെന്നും പറഞ്ഞ്, അദ്ദേഹത്തിന് വഴിപാടാൻ പാടില്ലെന്നും പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അവരുടെ മാനിഫെസ്റ്റോ ഒക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ബജ്രംഗ് ദൾ എന്ന് വെച്ചാൽ എന്താണ്? ദൈവങ്ങളുടെ മേത്ത് വിശ്വാസം വയ്ക്കുന്നത്. വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണല്ലോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ ഇതുപോലെ തന്നെ ഹിന്ദു സെന്റിമെന്റ്സിനെയൊക്കെ ഇതുപോലെ തന്നെ വിഷമിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സമാധാനത്തിന് നിലനിർത്താൻ പാടില്ലെന്നാണ് വിചാരിക്കുന്നത്. സൊസൈറ്റിയിലുള്ള എല്ലാവരും തന്നെ പിരിക്കണമെന്നാണ് അവർ വിചാരിക്കുന്നതും. സൊസൈറ്റിയിൽ എല്ലാ വയലൻസും സ്പ്രെഡ് ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വളരെ ബുദ്ധിപൂർവ്വമുള്ളവരാണ്. കോൺഗ്രസിൻ്റെ പണികളൊക്കെ നമ്മുടെ നാടിൻ്റെ ജനങ്ങൾ കണ്ടോണ്ടിരിപ്പുണ്ട്. 2014 44 സീറ്റിൽ തന്നെ അവർ തോറ്റുപോയി. അതിനുശേഷം അവരെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജനങ്ങൾ നാടിനെ തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇനിയും ഹനുമാൻജിയുടെ ചിന്തകളൊക്കെ മുന്നോട്ട് തന്നെയാണ് ഉള്ളത്. എനിക്ക് മുഴുവനും വിശ്വാസമുണ്ട്. നാടിനും പിന്നെ ഈ കർണാടകയ്ക്കും ഒരു വിധത്തിലും പ്രശ്നം വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോൺഗ്രസ് ബജ്രംഗ് ദൾ PFIയോടൊപ്പം ചേർത്ത് സംസാരിച്ചത് തെറ്റായ കാര്യമല്ലേ? തെറ്റ് ചെയ്തു, പക്ഷെ അത് അവസാനം മോദിജി കണ്ടുപിടിച്ചു. ഇപ്പോ കർണാടക മുഴുവനും ഹനുമാൻ ചാലീസ് വായിച്ചുകൊണ്ടിരിക്കുക. ദാ നോക്കൂ സർ, കോൺഗ്രസ്സില് അവരുടെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. അവരുടെ ചിന്ത അങ്ങനെയുള്ളതാണ്. കോൺഗ്രസിന്റെ ചിന്തകൾ നമ്മൾ പല വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. ആരെങ്കിലും ഇലക്ഷനിൽ തോറ്റുപോയാൽ അവർ പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷനെയാണ് തെറ്റ് പറയുന്നത്. അവരെന്തെങ്കിലും ഒരു വിധത്തിൽ തോറ്റുപോയാൽ ഗവൺമെന്റിനെയും കോർട്ടിനെയാണ് അവർ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ രീതി കാരണവും അവരുടെ ഓരോ നടത്തം കാരണവും പാർലമെന്റിൽ നിന്നുള്ള MLAs MPs പൊക്കോണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നാടിൻ്റെ പാർലമെന്റിനെ കുറ്റം പറയുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സോ കോൺഗ്രസിനെ സംബന്ധിച്ച് മൈസെൽഫ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് ഞാനല്ല, നമ്മൾ രണ്ടുപേരുടെയും ചിന്തകളിലുള്ളത് ഇത്രയേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? സർ, ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്, താങ്കൾ മിനിസ്ട്രിയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഒരുപക്ഷെ താങ്കൾ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ദാ നോക്കൂ, ഞാനൊരുപക്ഷെ എൻ്റെ വരളാറ് വഴി പുറകിലോട്ട് പോവുകയാണെങ്കിൽ 1988 എൻ്റെ CA എൻ്റെ ലോ രണ്ടും തന്നെ തീർന്നു. 57 ഞാൻ രണ്ടും തന്നെ ചെയ്തു. 88 ഞാനൊരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ വോണ്ടണിൽ അപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് PhDക്ക് വേണ്ടി അവിടെ സീറ്റും കിട്ടി, PhD സ്ട്രാറ്റജി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചില പണികളുണ്ട്. ചില ഫാക്ടറീസൊക്കെ അവിടെ കെട്ടിയിരുന്നു. നല്ല ഫാക്ടറീസ് പുതിയതായിട്ട് വന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലാണ് ഞങ്ങൾ ആരംഭിച്ചതും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്തും ഞാനൊരു ചെറിയ ഫാക്ടറി ആയിട്ട് ആരംഭിച്ചിരുന്നു. അതിൻ്റെ വില 19,80,000 രൂപയാണ്. ഇതാണ് ആ പ്രോജക്റ്റിൻ്റെ മുഴുവൻ കോസ്റ്റ്. അതും പിന്നെ എൻ്റെ അച്ഛൻ്റെ പെൻഷനിൽ നിന്നും കുറച്ച് പൈസ വന്നിരുന്നു. ഒരു പ്രോമിനൻറ്റ് ഫണ്ട് കിട്ടിയിരുന്നു. പെൻഷനൊക്കെ കമ്മ്യൂട്ട് ചെയ്തിരുന്നു. ഒരു ലീവിങ് ക്യാഷ് കിട്ടി. അതായിരുന്നു എൻ്റെ ക്യാപിറ്റലും. അതിനുശേഷം ഞാൻ ആ ഫാക്ടറി നടത്തി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പ്രശ്നം വന്ന കാരണം ഞാൻ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോയിരുന്നാലോ പഠിച്ചിരുന്നാലോ ഞാനൊരുപക്ഷെ പ്രൊഫസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ താങ്കൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നെങ്കിൽ ഇപ്പോഴും കോടിയായിട്ട് സമ്പാദിക്കാമായിരുന്നു. ഞാൻ നോക്കൂ, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഒരു ഇൻവെസ്റ്റർ ബാങ്കറായിട്ട് ഞാൻ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കിയതാ, നല്ല രീതിക്ക് വിജയിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലമെന്നും ഞാൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ചെലവ്, എൻ്റെ കുടുംബം നോക്കേണ്ടത്, ഞാൻ തന്നെ പഠിക്കേണ്ടത്. പിന്നെ എനിക്ക് ഒരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കയ്യിൽ നല്ല ക്യാപിറ്റൽ ഇരിപ്പുണ്ട്. 2010 തൊട്ട് ഞാൻ
ഡൊമൈനിൽ ഉള്ളതാണ്. പാർലമെന്റ് മെമ്പർ ആയാൽ പല വർഷങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്നെന്നും ഞാൻ പറയണം. അതിൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിലെ ആവശ്യങ്ങൾ വരുമ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ഇത് ചേർത്താണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയതും ആ ചാൻസ് കിട്ടാനുള്ള കാരണവും പിന്നെ പ്രധാനമന്ത്രി മോദിജി ജനങ്ങൾക്ക് സേവ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അന്ന് തൊട്ട് ഞാൻ മുഴുവനും എനിക്ക് വരുന്ന ഇൻകമൊക്കെ സ്റ്റോപ്പായി. പക്ഷേ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ മുഴുവനും ഒരു നല്ല ജീവിതം എന്നെക്കൊണ്ട് നയിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുടുംബത്തിനെ എന്നെക്കൊണ്ട് നോക്കാൻ കഴിയുന്നുണ്ട്. പിള്ളേരെ വളർക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്നെ ഞാൻ ഇന്ന് സൊസൈറ്റിക്ക് വേണ്ടി മുഴുവനും അങ്ങോട്ട് അർപ്പണിച്ചു എന്നും പറയാൻ പറ്റും. പക്ഷെ താങ്കൾ മുംബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാണാനും നല്ല ഹാൻസം ആയിരുന്നു. ഫിലിമിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഹീറോ ആകാനുള്ള താല്പര്യം ഇല്ലായിരുന്നു. സിനിമയുടെ മേത്ത് ഇൻട്രസ്റ്റ് ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും 3 Idiotsനെ പോലെ അല്ല. ഒരിക്കലും തെറ്റായ പ്രൊഫഷനിലോട്ട് പോകത്തില്ല. എനിക്ക് ആക്ടിങ്ങിൻ്റെ ABCD എന്താന്ന് പോലും അറിയില്ല. എൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ വളരെ മോശമായിരിക്കും. എൻ്റെ ഈ തൊണ്ടയിൽ പോലും എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിനുവേണ്ടി ഞാൻ സ്വപ്നവും കണ്ടിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കത്തുമില്ല. ഇപ്പം ഞാൻ എന്ത് പണിയിലാണോ ഇരിക്കുന്നത് ആ പണിയിൽ തന്നെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോഴത്തേന് എൻ്റെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ എയിം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് ബലമായ ഒരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ 25 വർഷത്തിൽ ഇന്ത്യ ഒരു വളർന്ന നാടായിട്ട് മാറ്റണം, പണക്കാരൻ്റെ നാടായിട്ട് മാറ്റണം എന്നുള്ളത് എല്ലാവർക്കും ഇപ്പം ചേർത്തിട്ടുണ്ട് കൊണ്ടുവന്ന അദ്ദേഹം. ഇപ്പം നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയലിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജീവിതമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒരിക്കലും വെറുതെ അങ്ങനെ കളയാനുള്ളതല്ല. നമ്മളിൽ പല ആൾക്കാർ എപ്പോഴും ഈ കാര്യത്തിൽ ശരിക്കും ഞാൻ എന്നെ ഒരു കുറ്റവാളിയായിട്ടേ കാണുന്നുള്ളൂ. മുംബൈയിലോട്ട് പോയിട്ട് പാവബജി കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ഇല്ലെന്നേ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പീയൂഷ് ഗോയലിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഒരു മുൻകോപക്കാരനാണ് എന്നുള്ളതാണ്. പീയൂഷ് സാർ, താങ്കൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് താങ്കളുടെ മാതാപിതാക്കൾ താങ്കൾക്ക് ഹാപ്പി എന്ന് പേര് വെച്ചു. പക്ഷെ ഇപ്പൊ എല്ലാവരും ഹാപ്പി സാർ വളരെ ഹാപ്പി ആയിട്ടല്ല ഇരിക്കുന്നതെന്നാ പറയുന്നത്. താങ്കളുടെ ഉദ്യോഗസ്ഥരെ എല്ലാം താങ്കൾ എന്നെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. രജത് സാർ, ഈ നാട്ടു ജനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം, അവരുടെ പ്രതീക്ഷകളും കൂടുതലാണ്. ഓഫീസേഴ്സിൻ്റെ മേലെ വിശ്വാസമാണ്, ഞങ്ങളുടെ മേത്ത് വിശ്വാസമാണ്. ഞങ്ങളെല്ലാവരും കൊളീഗ്സ് അല്ലേ. പല വർഷങ്ങൾക്ക് നമ്മുടെ ഈ നാട് ഒരുപാട് തന്നെ പോരാടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ നാട് പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. ഒരു ചെറിയ കാര്യം പോലും നാട്ടിലെല്ലാവരുടെയും വീട്ടിൽ കറണ്ട് ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലെന്ന് വെച്ചാൽ കോടിക്കണക്കിനുള്ള പിള്ളേർ കറണ്ട് ഇല്ലാണ്ട് വളരെ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അതുപോലത്തെ കാര്യമാണ് നിങ്ങൾ ഈ ഓഫീസേഴ്സിൻ്റെ അടുത്തൊക്കെ ഡീൽ ചെയ്യുന്നത്. ഓഫീസേഴ്സിൻ്റെ അടുത്ത് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് നിങ്ങൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നാട് മുഴുവനും കറണ്ട് ഉണ്ടാവണം, എല്ലാ വീടുകളിലും ജനങ്ങൾ എല്ലാവർക്കും തന്നെ എല്ലാം കിട്ടണമെന്നും. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ആരെങ്കിലും ശരിക്കും പണി എടുത്തില്ലെന്ന് വെച്ചാൽ അവിടെ കറപ്ഷൻ എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്നതൊക്കെ സാധാരണ കാര്യമല്ലേ. താങ്കൾ എല്ലാ വീടുകളിലും വൈദ്യുതി കൊണ്ടുപോയി എത്തിച്ചു. അത് സത്യമാണ്. എനിക്ക് ഇമോഷണലായിട്ട് കണക്ട് ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനും റെയിൽവേ സ്റ്റേഷനിലെ വെളിച്ചത്തിലാണ് പഠിച്ചത്. പിന്നെ താങ്കളുടെ അച്ഛൻ ശ്രീ വേദ്, അദ്ദേഹത്തിനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹവും റെയിൽവേ സ്റ്റേഷനിലാണ് പഠിച്ചതെന്ന്. ഒരു ചെറിയ വീട്ടില് അംബാല ചാവലിയില് നിങ്ങൾക്കറിയാലോ, അവിടെയായിരുന്നു എൻ്റെ കുടുംബം വരുന്നത്. ആ സമയത്തൊന്നും കറണ്ട് കാണത്തില്ല. സോ സ്ട്രീറ്റ് ലൈറ്റ്സിൽ ചില സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെയാണ് അദ്ദേഹം കൊച്ചുപ്രായത്തിൽ തന്നെ സ്കൂളിങ്സ് ഒക്കെ ചെയ്തിരുന്നത്, എൻ്റെ അച്ഛൻ. അതിനുശേഷം പിന്നെ അഫ്കോഴ്സ് അതിനുശേഷം അദ്ദേഹത്തിന് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എൻജിനീയറിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. ആ സമയത്ത് മുംബൈയിലുള്ള ഗേറ്റൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഓപ്പണായി. മുംബൈ അദ്ദേഹത്തെ മുഴുവനും അങ്ങോട്ട് സ്വന്തമാക്കിയെടുത്തു. മുംബൈ, സിറ്റി ഓഫ് ഡ്രീംസ്. മുംബൈ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ചാൻസ് കൊടുത്തു. ഇതുപോലത്തെ വലിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ആയിരുന്നു. അത് മാത്രമല്ലാണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നമുക്ക് കിട്ടിയത്.
അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വേദന ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അമ്മ, നമ്മുടെ അനിയത്തി, നമ്മുടെ പെണ്ണുങ്ങളെല്ലാവരും തന്നെ ടോയ്ലറ്റ് പോലത്തെ ഒരു ബേസിക് കമ്മ്യൂണിറ്റി, ഒരു ബേസിക് നീഡ് തന്നെ അതുപോലും കിട്ടാണ്ടാണ് ഇരുന്നത്. നമ്മുടെ നാട്ടില് 50% ഇന്ത്യയിലുള്ള ജനങ്ങള് ടോയ്ലറ്റ് ഇല്ലാണ്ട് തന്നെ 2014 വരെ പാടത്ത് പോയിരിക്കുന്നത് നാണം കെടേണ്ട ഒരു കാര്യവാ. നാണം കെടണമെന്ന് വെച്ചാൽ അവർ മാത്രമല്ല, നമ്മുടെ ഈ നാട് മുഴുവനുമാണ് അതിന്. പക്ഷേ എന്തോരം ഗവൺമെന്റ് മാറി, എത്ര കുടുംബരാഷ്ട്രീയ ആൾക്കാർ മാറി വന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മനസ്സിലാവത്തില്ല. അവരൊക്കെ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ മോദിജി വളരെ ഹംബിൾഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചു വന്നിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്നാണ് സ്കൂളിലോട്ട് പോയിട്ട് വന്നത്. ലിറ്ററലി ഒരു സാധാരണ കുടുംബത്തിലുള്ള എല്ലാവിധത്തിലുള്ള കഷ്ടവും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു നല്ല മനുഷ്യന്റെ മെയിൻ കാര്യമായിട്ട് നാട്ടിലെ ഓരോ വീട്ടിലും ഗൗരവമായിട്ടുള്ളൊരു കാര്യമുണ്ടോ? എല്ലാ വീടുകൾക്കും കറണ്ട് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കണക്ടിവിറ്റി നാടിന്റെ ഇപ്പം എല്ലാ മൂലയിലും കാണുന്നുണ്ട്. റോഡ്സൊക്കെ എല്ലാ നാടുകൾക്കും ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥയെന്ന് വെച്ചാ, പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരാത്ത ഒരു വീട് നിങ്ങൾക്ക് അടുത്ത 2 വർഷത്തിൽ ഒരിക്കലും കാണാൻ കഴിയത്തില്ല. ഒരു വിധത്തിൽ നോക്കണമെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു 3 കോടി ജനങ്ങൾക്ക് അവർക്കായിട്ടുള്ള സ്വന്തം വീട്, 3 കോടി ജനങ്ങളെ അദ്ദേഹം പണക്കാരനായി മാറ്റിയിരിക്കുന്നു. അത് മാത്രമല്ലാണ്ട് ഗവൺമെന്റ് എല്ലാവരും കൂടെ ചേർന്ന് പ്രധാനമന്ത്രി മോദിജിയെ ഇൻസ്പിറേഷൻ കൊണ്ടും അദ്ദേഹത്തിന്റെ വഴികാട്ടൽ കൊണ്ടും ഇതെല്ലാ വീട്ടിലോട്ടും പോയി ചേർന്നിട്ടുണ്ട്. താങ്കളുടെ പ്രവർത്തന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. താങ്കൾ ഉദ്യോഗസ്ഥന്മാരെ രാത്രിയിൽ എഴുന്നേൽപ്പിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ രാത്രി 2 മണിക്ക് ഫോൺ ചെയ്തെന്ന് കേട്ടു. അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രധാനമന്ത്രി മോദിജി എപ്പോഴും പിന്നെയും ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്. നിങ്ങളൊക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അതിനേക്കാൾ 1 മണിക്കൂർ ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞെങ്കിൽ സമയം കുറവാണ്, പക്ഷേ വർക്ക് കൂടുതലുമാണ്. നാടിന്റെ വിശ്വാസവും കൂടുതലാണ്. നമ്മളെല്ലാവരുടെ മേത്തും ജനങ്ങൾ ഒരുപാട് വിശ്വാസം വെച്ചിരിക്കുവാണ്. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മൾ 24 മണിക്കൂർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഇന്റർണൽ കാര്യങ്ങളൊക്കെ, പിന്നെ എൻ്റെ ഈ റീഡിംഗ് ഒക്കെ, ഫയൽസ് ഒക്കെ ഞാൻ രാത്രിയാണ് നോക്കുന്നത്. ടൈം ഞാൻ സേവ് ചെയ്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ IAS, IPS ഇവരെല്ലാവരും താങ്കൾ അർദ്ധരാത്രി ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ അവരൊക്കെ വന്നത്? ഇല്ല, രാത്രി എണിപ്പിക്കണമെന്നുള്ളതല്ല എൻ്റെ ഒരു ഉദ്ദേശം. മനസ്സിലിരിപ്പ് ഞാൻ പറയാം, ഞാനും ഉറങ്ങുന്നില്ല, നിങ്ങളും ഉറങ്ങാൻ പാടില്ല. അതൊരു വലിയ കുറ്റമാണ് രജത് സാർ. എനിക്കറിഞ്ഞതുവരെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് എല്ലാവരും തന്നെ അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം. ഞങ്ങളുടെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസോ എല്ലാവരും ഈ പുതിയ കൾച്ചറിലോട്ട് വന്ന് പുതിയ ചിന്തയോടൊപ്പം അവരും തയ്യാറായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവരെല്ലാവർക്കും ജനങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി ചേർക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിന്റെ ചിന്ത കൊണ്ടോ അങ്ങനെയൊന്നും നടക്കുന്നുണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ കാലമൊക്കെ മാറിപ്പോയി. കോൺഗ്രസ് ഇരുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ നല്ല രീതിക്ക് അനൗൺസ് ചെയ്യും. അവർ ഈ ഏരിയയിൽ നല്ലൊരു റെയിൽവേ സർവേ നടക്കുമെന്ന് പറയും. അതിനുശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനുശേഷം ഓർമ്മ വന്ന് പറയുന്നത് ഒന്നും തന്നെ നടക്കില്ലെന്ന്. അതിനുശേഷം അവർ പറയുന്നതായിരിക്കും ഈ പ്രോജക്റ്റ് ഇപ്പോൾ അപ്രൂവൽ ആവാൻ പോവാന്ന്. പിന്നെ 5 വർഷത്തിന് ശേഷം പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റ് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് പല വർഷങ്ങൾക്ക് ഇങ്ങനെ പല പ്രോജക്ട്സ് ഇങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റവും ഇല്ലാണ്ട് അങ്ങനെ തന്നെ. പ്രധാനമന്ത്രി മോദിജി എങ്ങനെപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാന്ന് വെച്ചാൽ, അദ്ദേഹം എന്ത് അനൗൺസ് ചെയ്യുന്നോ അത് മുഴുവനും നല്ല രീതിക്ക് ചിന്തിച്ച് പ്ലാൻ ചെയ്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് നോക്കുവാണെങ്കിൽ PM ഗതി പ്രോഗ്രാം അതൊരു വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണത്. അദ്ദേഹം ഒരു പുതിയ വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതുമൂലം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വളരെ സ്പീഡായിട്ട് വളരെ നല്ല വഴിയിൽ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻ്റ് ആകും, പ്ലാൻസ് നടക്കും. അന്നൊക്കെ റെയിൽവേ സർവേ എടുക്കാനായിട്ട് 2-3 വർഷം എടുക്കും. ഇപ്പോൾ ഒരാഴ്ചയോ ഇല്ലെങ്കിൽ 2 ആഴ്ച തന്നെ തീരുമല്ലേ. റോഡിൻ്റെ പ്രോജക്ട്സ് വളരെ നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. നടുക്ക് ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒന്നും വരുന്നില്ല, അതുകൊണ്ട് അത് നിൽക്കുന്നുമില്ല. ഇന്ന് നമ്മൾ ഇതുപോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇങ്ങനത്തെ പണിയിൽ നമ്മൾ രാവും പകലുമായിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഓഫീസേഴ്സ് ഈ കാര്യത്തിൽ നമ്മളൊപ്പം സപ്പോർട്ടീവായിട്ട് തന്നെ ഇരുന്നേ പറ്റൂ. പീയൂഷ് സാർ, താങ്കൾ 9 വർഷമായിട്ട് മോദി സർക്കാരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രത്തോളം എനർജി ലഭിക്കുന്നതെന്ന് താങ്കൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണുമല്ലോ. ആ എനർജി അദ്ദേഹത്തിന് സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് ക്യാരക്ടറിലെ ഒരു ഭാഗം.
അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാ. ഓരോ പ്രോജക്റ്റിലും ഓരോ പ്രോഗ്രാംസിലും ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും എങ്ങനെയാ ചെയ്യേണ്ടതെന്നും ആലോചിച്ച് എങ്ങനെയാണ് ചെയ്യണ്ടേ, എന്തോ ഒരു സമയത്താണ് ഇത് ചെയ്യണ്ടേ, എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും ഇത് പിരിച്ചു കൊടുക്കേണ്ടതെന്ന് അതിനുശേഷം സൂപ്പർവൈസ് ചെയ്യുന്നതും. നിങ്ങൾക്കൊക്കെ ഞാൻ വർക്ക് ചെയ്തതിനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു സ്റ്റൈല് പറയാം. ഗവൺമെന്റ് മേടിക്കുവാണെങ്കിൽ, ഗവൺമെന്റിൽ നിന്ന് ആരെങ്കിലും ഒരു പെന്നോ പെൻസിലോ മേടിക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് സർവീസാണോ ഉപയോഗപ്പെടുത്തുന്നത്, ഓരോ പോർട്ടലിനും ഓരോ ജെം പോർട്ടലും റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി അത് കോൺസെപ്ഷ്യൽ ചെയ്തിട്ടുണ്ട്. മുഴുവനും ഇതിനുവേണ്ടി ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് അതിനെ ഒരു ജെം എന്നാണ് പറയുന്നത്. ജെം പ്രോസസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴാണ് അത് തീർന്നത്. പിന്നെ അതിൽ 2 ലക്ഷം കോടി അതിൽ ജെം മൂലം ഗവൺമെന്റ് മേടിച്ചെടുത്തിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി 40,000 കോടി രൂപ ഗവൺമെന്റിന്റെ പെട്ടിയിൽ നിന്നും, ഒരു വിധത്തിൽ പറയണമെങ്കിൽ അത് ജനങ്ങളുടെ കാശാണ്. ജെം മൂലം ആ പണം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയും. താങ്കൾ ഈ ലോകത്തുള്ള ഇന്റർനാഷണൽ ലീഡേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യും, അതുപോലെ ഒരു മിനിസ്റ്ററായിട്ട് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ മീറ്റ് ചെയ്യും. അവരൊക്കെ മോദി എന്താണ് കഴിക്കുന്നതെന്ന് താങ്കളോട് ചോദിക്കാറുണ്ടോ? അദ്ദേഹത്തിന് ഭക്ഷണം വെറും ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ജീവിതമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒരിക്കലും വെറുതെ അങ്ങനെ കളയാനുള്ളതല്ല. നമ്മളിൽ പല ആൾക്കാർ എപ്പോഴും ഈ കാര്യത്തിൽ ശരിക്കും ഞാൻ എന്നെ ഒരു കുറ്റവാളിയായിട്ടേ കാണുന്നുള്ളൂ. മുംബൈയിലോട്ട് പോയിട്ട് പാവബജി കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സന്തോഷവും ഇല്ലെന്നേ. നമ്മളെല്ലാരെയും സംബന്ധിച്ച് ഭക്ഷണത്തിന്റെ ടേസ്റ്റാണ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നത്. അതല്ല, നമ്മുടെ പ്രധാനമന്ത്രി എന്തോ ഒരു മിനിമൽ കഴിക്കാൻ പറ്റുമോ, എന്തോ ഒരു ആവശ്യമോ അത് മാത്രം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം, നവരാത്രി ദിവസത്തിൽ അദ്ദേഹം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 9 ദിവസം വരെ ഇരിക്കും. സോ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ബലവായി പേർപ്പസ് നമ്മുടെ ജീവൻ മുഴുവനും ഈ സൊസൈറ്റിക്ക് വേണ്ടി അർപ്പണിക്കണമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ എനർജിയുടെ ഏറ്റവും വലിയ രഹസ്യം. താങ്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, അപ്പോൾ താങ്കൾ ഓഫീസർമാരെ വഴക്ക് പറയും. അതുപോലെ മോദിക്ക് ദേഷ്യം വരുമ്പോൾ താങ്കളെ ചീത്ത വിളിക്കാറുണ്ടോ? ഇത് നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ ആശ്ചര്യപ്പെട്ടു പോവും. ഇതുവരെ അദ്ദേഹം എന്നെ ഒരിക്കലും വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ പല പ്രാവശ്യം അദ്ദേഹം നീ വഴക്ക് പറഞ്ഞ് നിർത്താൻ പറഞ്ഞ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വഴക്ക് പറയുന്നതായിട്ട് ഒരു അറിവില്ല എനിക്ക്. അദ്ദേഹം മനസ്സിലാക്കി തരാനേ നോക്കത്തുള്ളൂ. അത് മാത്രമല്ലാണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും സംസാരിക്കുവാണെങ്കിൽ, എപ്പോഴെങ്കിലും പ്രസന്റേഷൻ കൊടുക്കുവാണെങ്കിലോ ഇല്ലെങ്കിൽ മീറ്റിങ്ങിലോ എന്തെങ്കിലുമൊക്കെ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ പ്രധാനമന്ത്രി വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. 5 മിനിറ്റ് 7 മിനിറ്റ് ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഒരുപാട് സംസാരിക്കത്തില്ല അദ്ദേഹം. അത്ര സംസാരിക്കത്തേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുൻപിൽ ആരും സംസാരിക്കില്ല, പക്ഷെ അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഇന്റൻഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് രജിത് സാർ മുഴുവൻ വിശ്വാസമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് മേൽ വിശ്വാസമുണ്ട്. ആരുടെ മനസ്സിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഡൗട്ടും ഇല്ലേ ഇല്ല. നമ്മളെ ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹം പണിയെടുക്കുന്ന എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പരീക്ഷ പ്രേ ചർച്ച എന്നുള്ള പ്രോഗ്രാമിൽ നമ്മുടെ യൂത്തിനോടൊപ്പം ചേർന്നാണ് മോദിജി വരുന്നത്. അദ്ദേഹം വേറെ വേറെ ഫോറമിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് അത്ലറ്റ്സിനൊക്കെ പോയി കാണുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രൂണേഴ്സിനെയും പോയി കാണുന്നുണ്ട്. പിന്നെ പുതിയ ഇന്നോവേറ്റേഴ്സിനെയും പോയി നോക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ഇൻഡസ്ട്രീസിനെയൊക്കെ പോയി നോക്കുന്നു. പിന്നെ നമ്മുടെ കർഷകരെയും പോയി കാണുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി മോദിജി ഈസ് എ ഗുഡ് ലിസണർ. അദ്ദേഹം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരുത്തുന്നുണ്ട്. അതുമാത്രമല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഐഡിയ മറ്റുള്ളവരെ ഒന്നും ചെയ്യാൻ പറയത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നതെന്ന് അദ്ദേഹം ചോദിക്കും. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്നും അദ്ദേഹം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറയും അദ്ദേഹം. ഒരു പ്രോഗ്രാം മൂലം അദ്ദേഹം ആരുടെ അടുത്ത് ഇതൊന്നും ചെയ്യാൻ പറയത്തില്ല. എല്ലാവരെയും നല്ലപോലെ എൻകറേജും ചെയ്യും. എല്ലാവരെയും നിങ്ങളുടെ മൈൻഡ് ഓവർ ടൈം ഇട്ട് ഓടിക്കാനും പറയും അദ്ദേഹം. ഓക്കെ പീയൂഷ് സാർ, താങ്കൾ മോദിയെ പല രീതിയിലും പ്രശംസിക്കുന്നുണ്ട്. അത് താങ്കളുടെ വ്യക്തിപരമാണ്. പക്ഷേ പ്രതിപക്ഷത്തുള്ളവർ അദ്ദേഹത്തിന് എന്താണ് പറയുന്നതെന്നുള്ള പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. പീയൂഷ് സാർ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ രാജ്യത്ത് പല രീതിയിലുള്ള കള്ളന്മാരുണ്ട്. ചിലർ കടകളിൽ മോഷ്ടിക്കുന്നു, ചിലർ വീടുകളിൽ മോഷ്ടിക്കുന്നു. പക്ഷേ BJP-യിലുള്ള നേതാക്കന്മാരെല്ലാം സർക്കാരിൽ നിന്ന് തന്നെ മോഷ്ടിക്കുകയാണ്.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സെൻട്രൽ മിനിസ്റ്ററായ പീയൂഷ് ഗോയൽ സാറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം പാർട്ടിയുടെ പണബലം കൊണ്ടാണ് ഇവർ രാഷ്ട്രീയം നടത്തുന്നത് എന്നുള്ളതാണ്. പീയൂഷ് സാർ ഇപ്പോ പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ രാജ്യത്ത് പല രീതിയിലുള്ള കള്ളന്മാരുണ്ട്. ചിലർ കടകളിൽ മോഷ്ടിക്കുന്നു, ചിലർ വീടുകളിൽ മോഷ്ടിക്കുന്നു. പക്ഷേ BJPയിലുള്ള നേതാക്കന്മാരെല്ലാം സർക്കാരിൽ നിന്ന് തന്നെ മോഷ്ടിക്കുകയാണെന്ന്. സാർ, എനിക്ക് അറിഞ്ഞതുവരെ ഇന്ത്യയില് കൊള്ളക്കാരുടെ അളവെടുത്ത് നോക്കിയാൽ വളരെ കുറവാണ്. സത്യസന്ധമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അളവും കൂടുതലാണ്. ചിലപ്പോൾ അവര് തന്നെ അവരുടെ പാർട്ടിയിൽ വല്ലതും കൊള്ളയടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായിരിക്കും കാര്യമൊക്കെ. ആ അനുഭവം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒപ്പം പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കർണാടകയിൽ ഞങ്ങളുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ BJP ഞങ്ങളുടെ MLA-മാരെ മോഷ്ടിച്ചെന്നു. ഇതൊക്കെ കക്കാനായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുവാണ്. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ വെച്ചോണ്ടിരിക്കുവാണെങ്കിൽ കർണാടക ജനങ്ങൾ അവരുടെ നാട്ടിലുള്ള ഒരു MLA പോലും അവർ ഈ തെരഞ്ഞെടുത്തിട്ടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ? മഹാരാഷ്ട്രയിൽ മാവികാസ് അഘാഡിയുടെ ഭരണം നടന്നു. നിങ്ങൾ 40 MLA-മാരെ മോഷ്ടിച്ചു. ഇല്ല, ഞങ്ങളൊന്നും കട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അതൊന്നും ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ 54 MLAs-ല് 40ഓളം MLAs ഒരു കറപ്റ്റഡ് ലീഡർഷിപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം വേണം. ഒരു ഫെയിൽഡ് ലീഡർഷിപ്പിൽ നിന്ന് ഞങ്ങൾക്കൊരു മോക്ഷം വേണമല്ലോ. ആ ഗവൺമെന്റിൽ നിന്നും അവർക്കൊരു മോക്ഷം വേണമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കുള്ള ശിവസേന 40 MLAs മാത്രമല്ലേ ഉള്ളത്. അല്ല, കുറച്ച് ആൾക്കാർ നമ്മൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ അവിടെ തന്നെ ഇരുന്നു. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ഞങ്ങൾ ആരും കട്ടില്ല. എനിക്കറിഞ്ഞ അവിടെ മിച്ചമുള്ളവരെയൊക്കെ കാശ് കൊടുത്താണ് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. ശരി, മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ 50 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചു. ഇതിപ്പോ ഞാൻ എന്ത് പറയാനാ? അല്ല, അവര് പറയുന്നത് 50 കാ കൊടുത്തെന്ന്. നിങ്ങൾ പറയുന്നത് കൂട്ടി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. അതൊക്കെ ഞാൻ ഈ ആപ്നി അദാലത്തിലാണ് കേൾക്കുന്നത് തന്നെ. ചിലപ്പോൾ ഒരു പക്ഷേ മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത് ചിലപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. അവർക്കാണല്ലോ ഈ വലിയ വലിയ ഡീൽസൊക്കെ കുറച്ച് എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ 50 കായെന്ന് നിങ്ങൾ പറഞ്ഞത് 50 കോടിയാണോ 50 കായാണോ? 50 കായെന്ന് വെച്ചാൽ 50 കോടിയെന്നർത്ഥം. എനിക്കറിഞ്ഞതുവരെ നിങ്ങൾ പറയുമ്പോൾ 3 കോടി ജനങ്ങളുടെ വീട്ടിലോട്ടാണ് കറണ്ട് പോയിരിക്കുന്നത്. സത്യമാണോ ഇല്ലയോ? 11.5 കോടി ജനങ്ങളുടെ വീട്ടിലോട്ട് കുക്കിംഗ് ഗ്യാസ് ഇപ്പൊ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. സാർ, ഈ കോടികളാണ് എന്റെ കണ്ണി കാണുന്നത്. ആരാരാണോ ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത്, ഈ കോടികളൊക്കെ എവിടുന്നാ വരുന്നതെന്ന് നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ പോയി ഒന്ന് ചോദിക്കണം. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഒരു ഫലവും ഇല്ല സാർ. എല്ലാ MLA-മാരും ഫ്രീ ആയിട്ട് ഗുവാഹത്തിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലല്ലോ. ഫ്രീ ആയിട്ട് ശിവസേന വിട്ടിട്ട് ഷിൻഡേജിയുടെ അടുത്തോട്ട് പോകാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കാണും. അത് നോക്കൂ സാർ, ഒരാൾക്ക് പിന്നെ ഈ അധികം വേദന വരുന്നുണ്ടെങ്കിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഹേമന്ത് വിശ്വ ശർമ്മ സാർ, അസാമിലൊരു വലിയ ആളാണ് അദ്ദേഹം. ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള തലവനെ പല വർഷങ്ങളായിട്ട് കാണണമെന്ന് കാത്തിരിക്കുകയാണ്. എപ്പോഴാ കാണുന്നതെന്നുള്ള കാര്യം അറിയാണ്ട്. അതിനുശേഷം ഒരു ദിവസം അതിശയമായിട്ട് ഇത് ഒരു ദിവസം നടക്കുന്നു. അദ്ദേഹത്തിന്റെ തലവന്റെ വീട്ടിലോട്ട് പോയി അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു. അന്ന് അവരുടെയൊക്കെ തലവൻ അവരുടെ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയ രാഷ്ട്രത്തിലുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ നാണം കെടുത്തുന്നത്. അതൊക്കെ താങ്ങി എടുത്തോണ്ട് പോകാനായിട്ട് ആരും ഇങ്ങോട്ട് രാഷ്ട്രത്തിൽ വന്നിട്ടില്ല സാർ. അതിന്റെ ഒപ്പം ഭാരതീയ ജനതാ പാർട്ടി വർക്കേഴ്സിനായിട്ടുള്ള പാർട്ടിയാണ്. എല്ലാവർക്കും റെസ്പെക്ട് നല്ല രീതിക്ക് കൊടുക്കും. ഇന്ന് ഹേമന്ത് വിശ്വ ശർമ്മ സാറിനെ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ഗോവാട്ടിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലോട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എങ്ങനെയാണ് റെസ്പെക്ട് കിട്ടുന്നതെന്ന് ചോദിക്കണം. അദ്ദേഹത്തിന്റെ കഴിവിന് അദ്ദേഹത്തിന് ഏറ്റതുപോലെ ജനങ്ങൾക്ക് സേവ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ BJP അജിത് പവാറിന് മര്യാദ കൊടുക്കാൻ പോവുകയാണെന്ന്. അദ്ദേഹം വരും, അതുപോലെ NCPയും കൂട്ടിയിട്ട് വരുമെന്ന്. ഇത് വളരെ അടിപൊളിയായൊരു പാർട്ടിയാ. ഞങ്ങള് അവരുടെ തലവൻ പറയുവാണ് റിസൈൻ ചെയ്യാൻ പോവാണ്, റിട്ടയർഡ് ആവാൻ പോവാണെന്ന്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് കുറച്ച് ഡ്രാമ കളിക്കുവാണ്. പിന്നെ അതിനുശേഷം നോക്കുവാണെങ്കിൽ ആ കൺസൾട്ടേഷൻ എല്ലാം തീരുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നോക്കുവാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എതിർത്ത് നിൽക്കുകയാണ്. അതിനുള്ള ഉത്തരം ഇന്ത്യയിലുള്ള ജനങ്ങൾ തന്നെ കൊടുത്തോളും. ഞങ്ങളുടെ ഒപ്പം ആരാ വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല.
അല്ല, ഞാൻ നല്ലവരൊക്കെ തനിച്ച് തന്നെ ഞങ്ങളൊപ്പം വന്ന് ചേർന്നേക്കോ, ഒരു മാറ്റവും ഇല്ല താങ്കൾക്ക് അതില്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഷിൻഡെയോടൊപ്പം BJP ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അജിത് പവാർ ഇങ്ങോട്ട് വരാൻ സാധ്യത. ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. അതായത് ഏക്നാഥ് ഷിൻഡേജി ഈ മഹാരാഷ്ട്രയിലെ CM ആണ്, ശിവസേനയുടെ തലവനുമാണ്. ശിവസേന പാർട്ടിയും BJP പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് നല്ല ബലത്തോടെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ വന്ന് നോക്കൂ, മഹാരാഷ്ട്രയിൽ എങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങൾ ഓരോ ദിവസവും നോക്കണം. മെട്രോ ലൈൻ വർക്ക് പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ് ഹാർബറിലെ ലിങ്ക് പണികളും നടക്കുന്നുണ്ട്. നാഗ്പൂർ ടു മുംബൈക്ക് കണക്ട് ചെയ്യുന്ന എക്സ്പ്രസ് വേയുടെ പണി സൂപ്പർ എക്സ്പ്രസ് സ്പീഡിലാണ് പോകുന്നത്. ഹോളി പ്ലേസസ്, പിൽഗ്രിമേജിലൊക്കെ നല്ലപോലെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഓരോ ഗ്രാമങ്ങളിൽ പോലും മഹാരാഷ്ട്ര മുഴുവനും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു നല്ല ചിന്തയോടെ ഷിൻഡേജിയും ദേവേന്ദ്ര ഫഡ്നവിസും ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഷോറായിട്ട് പറയുക, ഷിൻഡേജി ആൻഡ് ഫഡ്നവിസ് ജി ചേർന്ന് ശിവസേന ഭരണത്തിനോടൊപ്പം ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കും. വളരെ ബലമുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും അത്. നമ്മുടെ ഈ പ്രധാനമന്ത്രി മോദിജിയുടെ വഴിയിൽ അദ്ദേഹത്തിന്റെ തലമേൽ തന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് നടക്കും. അടുത്ത ഇലക്ഷനിലും ജയിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ എല്ലാവരെയും സ്വീപ്പ് ചെയ്ത് കളയും. മഹാവികാസ് അഘാഡിയുടെ മേത്ത് ആർക്കും തന്നെ ഒരു വിശ്വാസവും ഇല്ല. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ BJP എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ ജയിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ പണമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പണം കൈവശമുണ്ട്. ഇതാ നോക്കൂ സർ, രാഹുൽ ഗാന്ധി സാറ്, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പേഴ്സണലി, ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാതെ, ഒരുപക്ഷെ നിങ്ങളോ ഇല്ലെങ്കിൽ ജഡ്ജ് സാറോ അദ്ദേഹത്തിന് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആകെ ഒരേ ഒരു അഡ്വൈസ് കൊടുക്കും എനിക്ക് പകരം. ഇന്ത്യയിലെ ജനങ്ങളെ നാണം കെടുത്തുന്ന ആദ്യം ദൈവം നിർത്താൻ പറയണം. അദ്ദേഹത്തിന്റെ MLAസിനെ തന്നെയാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള CMനെ സഹിതമാണ് അദ്ദേഹം പിന്നെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും തോന്നുന്നു. കോൺഗ്രസിന്റെ ഭരണത്തില് എന്തോ ഒരു CMനെയാണ് അവർ നാണം കെടുത്തിയെന്ന് നിങ്ങൾക്കറിയാവല്ലോ. എന്തോ ഒരു CMനെയാണ് ഓവർ നൈറ്റ് അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞത്. എന്തോ ഒരു CMന്റെ ഭരണമാണ് അവർ നശിപ്പിച്ചത്. ഇതാണ് കോൺഗ്രസ് പണിയെടുക്കുന്ന വഴി. അവരുടെ പാർട്ടിയെ നശിപ്പിച്ചത് നാണം കെടുത്തിയത് അവരുടെ വഴിയാന്ന് നമുക്ക് വെച്ചേക്കാം. അവരായി അവരുടെ പാർട്ടിയായി നമുക്ക് വിടാൻ പറ്റും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും നാണം കെടുത്തരുത്. പക്ഷേ എലക്ഷൻ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം വെച്ച് മാത്രമാണ് ജയിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് മോദിജിക്ക് ഇന്ത്യ ജനങ്ങളുടെ 303 സീറ്റ്സ് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടിന് വേണ്ടി ജനങ്ങൾ 2 പ്രാവശ്യം ഞങ്ങൾക്ക് ഈ നല്ല ഭരണത്തിനെ ജനങ്ങൾ തന്നിട്ടുണ്ട്. മോദിജിയുടെ മേത്തുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ടാണ് ജനങ്ങൾ ഇത് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളെ നാണം കെടുത്തുന്നത് രാഹുൽ ഗാന്ധിജി ആദ്യം നിർത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ചോദ്യം എന്തുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം BJPയുടെ പക്കൽ ഒരു ഫണ്ടും ഇല്ലായിരുന്നു. അതായത് പീയൂഷ് ഗോയൽ ട്രഷറർ ആവുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ വലിയ വലിയ കണക്ഷൻസ്, അതായത് ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് എല്ലാം യൂസ് ചെയ്ത് അതിനുശേഷം BJPക്ക് വലിയ വലിയ ഫണ്ട്സ് എല്ലാം കിട്ടിയതായിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ BJPക്ക് ഇലക്ഷനിൽ കാശ് ചിലവാക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വരുന്ന പണമൊക്കെ എല്ലാം കറക്റ്റായിട്ട് വരുന്ന വഴിയിലുള്ള പണമാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള പൈസയൊക്കെ വന്നാൽ അത് നേരെ അക്കൗണ്ടിലോട്ടാണ് പോയി ചേരുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ ആരെങ്കിലും ഡൊണേഷൻ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും അവരെ പോയി പേടിപ്പിച്ചോ ഭീഷണിപ്പെടുത്തോ അല്ല ഡൊണേഷൻ മേടിച്ചെടുക്കുന്നത്. അവർ ഔട്ട് ഓഫ് നാടിനൊരു നല്ലത് നടക്കണമെന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ വെച്ചോണ്ട് നാടിന് നല്ല ഭരണം ഉണ്ടാവണമെന്നുള്ള ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് അവർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലോട്ടാണ് പോയി വീഴുന്നതും. ആ പൈസയാണ് ഞങ്ങൾ എല്ലാത്തിനും ഉപയോഗപ്പെടുത്തുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പൊ ഇതിനൊക്കെ ഈ പാർട്ടീസ് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇവരുടെ പാർട്ടിക്ക് ഫണ്ട് കളക്ഷൻ ആവുന്നുണ്ടല്ലോ, ആ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അവരവരുടെ പോക്കറ്റിലോട്ട് പോകുന്നോ അതോ പാർട്ടിയുടെ ഫണ്ടിലോട്ട് പോകുന്നോ? ഒരുപക്ഷെ പാർട്ടിയുടെ ഫണ്ടിലോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ചെക്കിൽ തന്നെ അവരെന്താ നേരടിയായിട്ട് മേടിക്കാത്തേ? ബാങ്ക് മൂലം എന്തിനാ പാർട്ടിയുടെ ഫണ്ടൊക്കെ ഇട്ട് മേടിക്കാൻ നോക്കുന്നേ? ഈ ചോദ്യത്തിനൊക്കെ ഈ പാർട്ടീസ് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ BJP ഉണ്ടാക്കുന്ന പോളിസി എല്ലാം 3-4 ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന്. അതുകൊണ്ടാണ് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുവാണ്, അത് ഈ ആപ്കി അദാലത്തിലാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ നാട്ടിൽ ഭരണത്തിലുള്ള ഏതൊരു ഇൻഡസ്ട്രീസും ഈ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയുടെ ഭരണം കൊണ്ട് മാത്രം അവർക്ക് നല്ല ഫേവർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ന്യൂ പ്രോസസ്സ് പോലും ഇല്ലാണ്ട് അവർക്ക് കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ചാൻസ് കിട്ടിയതുപോലെ അല്ലാണ്ട് നിങ്ങൾക്കും കിട്ടിയതുപോലെ. ഇതുപോലെ ഒരു ഇൻസിഡൻസ് ഉണ്ടെങ്കിലും
നിങ്ങൾ എന്റെ മുമ്പിൽ പ്രസന്റ് ഇല്ല, ചെയ്യാം. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദാനിക്ക് എയർപോർട്ട്സ് കൊടുത്തു, പോർട്സ് കൊടുത്തു, മൈനിങ് എല്ലാം കൊടുത്തു, ഗ്യാസ് കൊടുത്തു, പവർ കൊടുത്തു, എല്ലാം അദാനിക്ക് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പോഴാണ് അവർക്ക് ഇത് കിട്ടിയത്. അതിനുള്ള ഉത്തരം അവരാണ് പറയേണ്ടതും. പോർട്ട് എങ്ങനെയാ അദാനിജിയുടെ കയ്യിലോട്ട് പോയെന്ന് അദ്ദേഹമല്ലേ പറയേണ്ടത്. രാജസ്ഥാനിൽ വലിയൊരു സോളാർ പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് ആരാ അടുത്തടുത്തൊക്കെ ഇരുന്നോണ്ടിരുന്നത്? രാജസ്ഥാന്റെ CMO അവരൊക്കെ അടുത്തിരുന്ന് എന്താ സംസാരിച്ചോണ്ടിരുന്നതെന്ന്, അതായത് എന്താ സംസാരിച്ചെന്നുള്ളത് ഓപ്പണായിട്ട് പറയൂ. കാരണം ഞങ്ങൾ അതുപോലെ ഒരു ലാൻഡ് അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതോ നിങ്ങളുടെ ലാൻഡ് എടുത്തോ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഓരോ കാര്യവും ഒരു ട്രാൻസ്പെറന്റ് പ്രോസസ് ഡിവൻ. ഞങ്ങളുടെ ഗവൺമെന്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ആരും ഇതുവരെ ഒരു കുറ്റം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ബെറ്റിംഗ് പ്രോസസ്സ് മൂലം അവർക്ക് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോസസ്സ് കൊടുക്കേണ്ട അവസ്ഥയായി. അതും ബിഡോട്ടായി. ഒരുപാട് കമ്പനീസ് ബിറ്റ് ചെയ്തു. ഒരു പക്ഷേ അവരുടെ ബിറ്റ് ആരുടെ ബിറ്റാണോ നന്മയ്ക്കായിട്ടിരുന്ന അവരുടെ ബിറ്റല്ലേ ഉറപ്പായിട്ട് ജയിക്കാൻ പോകുന്നത്. അതാണ് സത്യവും. ഒരുപക്ഷെ വേറെ എന്തെങ്കിലും ബിറ്റിൽ വേറെ ആരെങ്കിലും ജയിച്ചാൽ അത് അവർക്കേ കിട്ടത്തുള്ളൂ. സോ ഇങ്ങനെ ഒരു ബിറ്റിംഗ് പ്രോസസ്സിൽ എല്ലാവരും ശരിക്കും ട്രൈ ചെയ്യുമല്ലോ. അടുത്ത പ്രാവശ്യം രജിത് സാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ അദാനിയുടെ മേൽ പല കുറ്റങ്ങളും അവർ ആരോപിക്കുന്നുണ്ട്. താങ്കളാണെങ്കിൽ ബാങ്കിങ്, ഫൈനാൻസ് ഫീൽഡിലൊക്കെ എക്സ്പേർട്ടാണ്. അതൊരു വലിയ കുറ്റം തന്നെയാണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ആരെയാണോ കുറ്റം പറഞ്ഞത് അവരെ തന്നെ. അവരുടെ മേത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അതിനായിട്ടൊരു കമ്മിറ്റിയുണ്ട്. അവരെന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. പക്ഷേ അതായത് ആരെങ്കിലും ഒരാൾ വന്ന്, ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ അങ്ങനെ വന്ന് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ ഒരുപക്ഷെ ഒടിക്കണമെന്ന് വിചാരിച്ചു വരുവാണെങ്കിൽ ഇത് ശരിക്കും വലിയൊരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയില് എക്കണോമി സംബന്ധപ്പെട്ട എല്ലാവരും ഉറപ്പായിട്ട് ഇതിന് സംസാരിച്ചേ പറ്റൂ. ശരത് പവാർ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് താങ്കൾക്ക് ഫേവറായിട്ടുള്ള റിപ്പോർട്ടാണ് അവരങ്ങനെ എന്ത് പറഞ്ഞാൽ അതാണ് സത്യം. ഉള്ള സത്യമല്ലേ എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ പീയൂഷ് ഗോയലിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. എന്റെ വീട്ടിലാണോ പ്രശ്നം? നരേന്ദ്രമോദി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ ജനാധിപത്യം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പീയൂഷ് സർ, രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോദി രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതാക്കിയിരിക്കുന്നു. ആർക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ മൈക്ക് പോലും ഓഫ് ചെയ്യുന്നെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനുവേണ്ടി ലണ്ടനിൽ വരെ പോകണം. ജനകീയ എപ്പോഴാണ് അപകടത്തിലുള്ളത്? ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ലാത്ത സമയത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലാത്ത സമയത്ത്. ഇതെപ്പോഴാണ് സംഭവിച്ചേ? എമർജൻസിയിൽ സംഭവിച്ചതാ. ജനകീയത്തിന് എപ്പോഴാണ് അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജനങ്ങൾക്ക് അവരുടെ അവകാശം എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? എമർജൻസിയിലാണ് സംഭവിച്ചത്. ജനകീയ എപ്പോൾ നശിക്കുമെന്ന് വെച്ചാൽ, ജനകീയ എപ്പോഴാണ് മരണപ്പെടുമെന്ന് വെച്ചാൽ, ലക്ഷക്കണക്കിന് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരെ, മറ്റുള്ള പാർട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഒരു കാരണവും ഇല്ലാണ്ട്, ഒരു ലീഗൽ പ്രോസസ്സും ഇല്ലാണ്ട്, ഒരു വകയിലുള്ള ഒരു കോർട്ടിൽ നിന്നും ഒരു നീതിയും കിട്ടാത്ത സമയത്ത് അവരെ പിടിച്ച് ജയിലിലിടുവല്ലേ. ശരിക്കും പറയണമെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനിജി, ജനങ്ങളുടെ നായകൻ ജയപ്രകാശ് നാരായണജി, നാനാജി ദേശ്മുഖ്, വലിയ വലിയ തലവറുകൾ, അതായത് മൊറാജി ദേശായ്, ചരൺ സിംഗ് ജി, ഈ നാടിൻ്റെ എല്ലാ ഓപ്പോസിറ്റ് പാർട്ടിക്കും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ആയിക്കോട്ടെ, ചിലപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ് പോലും ആയിക്കോട്ടെ, എല്ലാരെയും ഒരുമിച്ചെടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ജയിലിലോട്ടിട്ടത്. എതിർത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ജനകീയ അപകടത്തിലൊക്കെ ആവുന്നത്. ഇൻഫാക്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഇവിടെ തന്നെ ചോദിക്കാം. കോൺഗ്രസ് പാർട്ടി സംബന്ധമില്ലാണ്ട് എന്തെന്തോ ഓരോ പുതിയ കുറ്റങ്ങളെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് നിങ്ങൾ ടി-വിയിൽ കാണിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. പീയൂഷ് സർ, ജനാധിപത്യത്തിൽ ജനകീയം മരണപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ ഭരണം കൊണ്ടാണ് ജനകീയം ഇനിയും ബലപ്പെട്ടിങ്ങനെ നീണ്ടു നിൽക്കുന്നത്.
ഒന്നുകൂടെ ബലപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു, അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പോലും ക്യാൻസൽ ചെയ്തെന്ന്. പാർലമെന്റ് മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയാനും പറഞ്ഞെന്നും കേട്ടു. ഇത് ജനാധിപത്യമാണോ? ആരാണോ കുറ്റവാളി, ആരാണോ കുറ്റം ചെയ്യുന്നേ, അത് അസം ഖാൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മുക്തർ അൻസാരി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, ആരാണെന്ന് കുറ്റവാളിയെന്ന് തെളിയിക്കപ്പെടുന്നോ ഈ നാട്ടിൽ അവർക്ക് വേണ്ടിയുള്ള ചില റൂൾസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാടിന്റെ റൂൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത് കൂട്ട് പർട്ടിക്കുലർ റൂൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് കോൺഗ്രസിലുള്ളവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കുടുംബം ത്യാഗം ചെയ്ത കുടുംബമാണെന്ന്. ഇന്ദിരാഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, രാജീവ് ഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള കുടുംബത്തിനോട് ഇങ്ങനെ പെരുമാറാമോ എന്ന്. ഒരു കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷം വളരെ ആശ്ചര്യപ്പെട്ടു. പ്രമോദ് തിവാരിജി, കോൺഗ്രസിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ലീഡർ, അദ്ദേഹം ടെലിവിഷനില് ഒരു ഇന്റർവ്യൂല് ഒരു കാര്യം പറയുകയാണ്. അതായത് ഗാന്ധിയുടെ കുടുംബത്തിലോട്ട് സെന്റൻസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെന്ത് വേണമെങ്കിലും തെറ്റ് ചെയ്തോട്ടെ, എന്തൊക്കെ അവരുടെ മേത്തൊരു കുറ്റം ഉണ്ടെങ്കിലും ഞാൻ സെന്റൻസീവ് കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഗാന്ധി കുടുംബത്തിന് മാത്രം, അവർക്ക് മാത്രം തനിച്ചുള്ള റൂൾസ് വേണമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഇത് ആരെങ്കിലും ഒന്ന് സമ്മതിക്കുവോ? അവരുടെ ചിന്തയില് അവരുടെ ഒരു കുടുംബമാണ് എല്ലാവർക്കും മുകളിലോട്ട്. അവരുടെ ചിന്ത ഒരു കുടുംബത്തിൽ നിന്നുള്ള 100 പേര്, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ എന്തോരം പേരായിരിക്കുന്നേ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവരെന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, അവർ അദാനിയെക്കുറിച്ച് മോദിയോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പാർലമെന്റിൽ പല ചോദ്യങ്ങളും അവർ ചോദിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് വീട് ഒഴിയാനും പറഞ്ഞത്. ഈ നാട്ടിലുള്ള ഓരോ റൂൾസിനും നമ്മൾ റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. ഒരുപക്ഷേ നിങ്ങൾ ആരെങ്കിലും ഡിഫെയിം ചെയ്യുവാന്ന് വെച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഡിഫെയിം ചെയ്താലോ നിങ്ങൾക്കും ഉറപ്പായിട്ടും ദേഷ്യം വരുമല്ലോ. ഒരുപക്ഷെ അങ്ങനെ നാണം കെടുത്തിയതിനു ശേഷം ദേഷ്യത്തിൽ നിങ്ങൾ എണ്ണീറ്റ് നിൽക്കുവാണെന്ന് വെച്ചോ, കോർട്ട് നിങ്ങൾക്കൊരു നല്ല ചാൻസും തരുന്നുണ്ട്. ക്ഷമ ചോദിക്കണമെന്നാണ് പറയുന്നത്. ക്ഷമ ചോദിച്ച് ആ പ്രശ്നം അവസാനിപ്പിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഒരു വിധത്തിൽ ഈ മുഴുവൻ സൊസൈറ്റിയും നാണം കെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ OBC കമ്മ്യൂണിറ്റിയെയും നിങ്ങൾ നാണം കെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം എല്ലാരെയും എതിർത്ത് നിന്ന് ഇല്ല ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോദിയെ കണ്ട് പേടിക്കുന്നില്ല, മോദി അദ്ദേഹത്തെ കണ്ട് പേടിക്കുകയാണ്. അദ്ദേഹം മോദിജിയെ മാത്രമല്ല നാണം കെടുത്തിയത്, അദ്ദേഹം എല്ലാവരെയും, അതായത് OBC കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും, മോദിന്ന് സർനെയിമുള്ള എല്ലാവരും തന്നെ നാണം കെടുത്തുകയാണ്. അദ്ദേഹം എത്ര പേരുടെ സർനെയിം മോദി എന്നുണ്ടോ അവരൊക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ബിഹേവിയർ കണ്ടോണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാജ്യം മുഴുവനും ഭാരത് ജോഡോ യാത്ര നടത്തി, വളരെയധികം കഷ്ടപ്പെട്ടു, തനിക്കൊന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. താങ്കൾ ആരെയാണോ പപ്പു എന്ന് വിളിച്ചത് ആ വ്യക്തിയെ മറ്റുള്ളവർ ഇപ്പോൾ ദൈവം എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഞാൻ കർണാടകയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. സത്യം എന്താന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവര് നടത്തുന്ന ഈ പ്രോഗ്രാം ഇന്ത്യനെ ഒരുമിപ്പിക്കാനായിട്ടുള്ളതല്ല, അവര് കോൺഗ്രസ് പാർട്ടിയെ ചേർക്കാനായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CM പൊസിഷനിൽ കർണാടകയിലോട്ട് 3 കോമ്പറ്റേറ്റേഴ്സ് ആണ് ഉള്ളത്. സിദ്ധാരാമയ്യജി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറുമല്ല. അടുത്ത പ്രാവശ്യം അദ്ദേഹം തന്നെ CM ആവണമെന്ന് പറയുന്നത്. ശിവകുമാർജി അദ്ദേഹത്തിന്റെ വിശ്വാസം വിടുന്നില്ല, അതൊരിക്കലും കൈവിടത്തില്ലെന്നാ പറയുന്നത്. അത് വിടാൻ മനസ്സില്ല, അദ്ദേഹം തന്നെ CM ആവുന്നതാണ് അദ്ദേഹവും പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും നിങ്ങൾ വിട്ടേക്ക്, എന്റെ അടുത്ത് കോൺഗ്രസിന്റെ നാഷണൽ ലീഡറായിട്ട് എല്ലാ റൈറ്റ്സും എന്റെ അടുത്തുണ്ടെന്ന്, ഞാൻ ആ CM ആവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരെ 3 പേരെ ഒരുമിപ്പിക്കാനായിട്ടുള്ളൊരു യാത്രയാണ് ഭാരത് ജൂഡോ യാത്ര. നിങ്ങൾ ഗുജറാത്തിൽ നോക്കുവാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം വന്നില്ല. ഞാൻ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കണ്ടതുവരെ രാഹുൽ ഗാന്ധിജി എന്റെ കണ്ണി പെട്ടിട്ടില്ല. നിങ്ങളത് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം അദ്ദേഹത്തിന് ഞാൻ കണ്ണി കണ്ടതായിട്ട് തോന്നുന്നില്ല. എനിക്കറിഞ്ഞ അവരുടെ തന്നെ പാർട്ടി ദയവീത് നിങ്ങൾ വരല്ലേ. ഒരുപക്ഷെ നിങ്ങൾ വന്നാൽ ഏത് മാർജിൻ ഓഫ് ഡിഫീറ്റിൽ നിന്നാണ് നിങ്ങൾ തോൽക്കാൻ പോകുന്നത് അത് ചിലപ്പോൾ അധികരിച്ചേനെ. അല്ല, അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രിയങ്ക ഗാന്ധിയാണ് കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നത്. താങ്കൾക്ക് പ്രിയങ്കയെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് കാണിക്കുന്നു അതല്ലേ ഞങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നേ. ഞങ്ങൾക്ക് ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പീയൂഷ് സാർ, ഒരു കാര്യം സത്യമാണ്, അതായത് ആരൊക്കെ മോദി ഭരണത്തിനെ എതിർക്കുന്നുവോ അവരുടെ വീട്ടിലേക്ക് താങ്കൾ CBI അയക്കുന്നു, ED അയക്കുന്നു. ഒരു പക്ഷെ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുവാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ,
കൈക്കൂലി മേടിക്കുകയോ കക്കുകയോ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ പണത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൈക്കൂലി മേടിക്കുമെന്ന് വെച്ചോളൂ. ശരി, നിങ്ങൾ തന്നെ ഇനി പറ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നാട്ടിൽ ഗവൺമെന്റ് വർക്ക് ആകണോ അതോ വർക്ക് ഓഫ് ചെയ്തിരിക്കണോ? ഈ നാടിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണുള്ളത്. ശരി, ഇനി നിങ്ങൾ തന്നെ പറ, ഒരു പക്ഷേ CBI തെറ്റായിട്ട് കേസ് ഇടുവാണെന്ന് വെച്ചോളൂ. മനീഷ് സിസോഡിയയ്ക്ക് ജയിലിൽ നിന്ന് ബെയിൽ കിട്ടിയിട്ട് പുറത്തിറങ്ങേണ്ട സമയമായില്ലേ? അദ്ദേഹത്തെ സത്യസന്ധനാണെന്നാ പറയുന്നത്. അദ്ദേഹം സത്യസന്ധനാന്നും പറഞ്ഞ് സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുക. ജനങ്ങളാണ് സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ജനങ്ങൾ റെയ്ഡ് നടന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു, ബാങ്കിൽ റെയ്ഡ് നടന്നു, ലോക്കറൊക്കെ ചെക്ക് ചെയ്തു. പക്ഷെ മനീഷ് സിസോഡിയയുടെ അടുത്ത് ഒന്നും തന്നെ ലഭിച്ചില്ല. അദ്ദേഹം എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടൊന്നും വെച്ചിരിക്കത്തില്ലല്ലോ. എന്ത് ചെയ്യണമെന്നുള്ളത് CBI, ED എന്തൊക്കെയാണോ അതിന്റെ പ്രോസസ്സ് അവരെ നോക്കിക്കോളൂല്ലോ. അവരുടെ പണി അവർ നോക്കുന്നു. ഒരുപക്ഷെ അവർക്ക് പേടിയില്ലെങ്കിൽ, അവരൊരു പക്ഷെ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് പേടിയാ വേണ്ടത്? ഒരുപക്ഷെ CBI വന്നാലോ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ അതിനുള്ള ഉത്തരം മാത്രം കൊടുക്ക്. ഒരുപക്ഷെ കോർട്ടിന് റിലീസ് ഓർഡർ കൊടുത്തില്ലെന്ന് വെച്ചോളൂ. ഒരുപക്ഷെ അവരുടെ മിനിസ്റ്റേഴ്സൊക്കെ പല മാസങ്ങളായിട്ട് ജയിലിലിരിക്കുമെന്നും വെച്ചോളൂ. സോ ഇപ്പൊ അവരുടെ ജനങ്ങളെല്ലാവർക്കും തന്നെ ആ കാര്യം അറിയാം, നാടിന്റെ ലോ ആൻഡ് ഓർഡർ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഹൈക്കോർട്ട് വരെ അവർ പോയത്. ഹൈക്കോർട്ടിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവർക്കെതിരെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ബെയിൽ കിട്ടാത്തത്. സോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ആരും നല്ലവരൊന്നും ആവത്തില്ല. ജനങ്ങളെപ്പോഴാണോ വിശ്വാസം വെക്കുന്നത് പ്രധാനമന്ത്രി മോദിജി ഏറ്റവും നല്ലവനാന്നുള്ള കാര്യം ജനങ്ങൾ അറിയുന്ന സമയത്ത് അവർക്കൊക്കെ മനസ്സിലാവുമ്പോ അദ്ദേഹം 2019 അദ്ദേഹം ഒരുപാട് സീറ്റ്സ് ജയിച്ചില്ലേ? തെറ്റായിട്ടുള്ള കേസ് കേട്ട എല്ലാം അദ്ദേഹം വിട്ടിട്ട് മോദിജിക്ക് 303 സീറ്റാണ് കൊടുത്തിരുന്നത്. പിന്നെയും ജയിപ്പിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ കേജ്രിവാളിന്റെ അടുത്തും തകരാറുണ്ടാക്കുന്നു. ഒരു CM അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇതാ നോക്കൂ സർ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലോട്ട് ഇപ്പോൾ വരാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊരു സത്യം ചെയ്തിരിക്കുകയാണ്. ഷീലാ ദീക്ഷിത് എയർ കണ്ടീഷണർ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതും എടുത്തേക്കും, ഞാൻ ഗവൺമെന്റ് വണ്ടി മേടിക്കത്തില്ലെന്ന്. ഞാൻ സാധാരണ വീട്ടിലേ ഇരിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം കേട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു ഓല വീട്ടിലായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഗവൺമെന്റിന്റെ വീടൊന്നും മേടിക്കത്തില്ല, ഞാൻ വളരെ സാധാരണ വീട്ടിലേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ വീട് വിട്, അടുത്തുള്ള ആൾക്കാരുടെ വീട് പോലും അദ്ദേഹത്തിന്റെ വീടായിട്ട് അദ്ദേഹം ചേർത്ത്. ഇപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിങ്ങളുടെ സർക്കാരല്ലേ സെൻട്രൽ വിസ്ത കെട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചത്? സെൻട്രൽ വിസ്റ്റ ഒരാൾ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, ഇതിലെല്ലാവർക്കും തന്നെ റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ഓഫീസേഴ്സിനും ഇതിനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. കേജ്രിവാളും ഒരു വീട് നിർമ്മിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രവർത്തിക്കണം, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കണം, അതുകൊണ്ടാണ് നല്ലൊരു വീട് കെട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. എന്റെ വീട്ടിലാണോ പ്രശ്നം? നരേന്ദ്രമോദി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊരു പ്രശ്നമില്ലെന്ന് ചോദിച്ചു. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇതുപോലെ അർത്ഥമില്ലാണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിജി വലുതായിട്ട് പൈസ ചെലവ് ചെയ്ത് ഒരു വീടും കെട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി മോദിജി, വൈസ് പ്രസിഡന്റ്, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രപതി ഭവൻ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് എടുത്തോണ്ട് വരണമെന്നുള്ളൊരു ശ്രമമാണ്. ഇതുകൊണ്ട് ജനങ്ങളുടെ അസൗകര്യമൊക്കെ കുറയും, അവരുടെയൊക്കെ പ്രൊട്ടക്ഷനും നല്ല രീതിക്ക് നടക്കും. ഇതെല്ലാവരും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഇന്ന് നാടിന്റെ പ്രധാനമന്ത്രിയുടെ സേഫ്റ്റി എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഈ കാര്യം തന്നെ കെജ്രിവാൾജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീട് നന്നായിട്ട് കെട്ടുന്നോ ഇല്ലെന്നുള്ളതല്ല കാര്യം. പക്ഷെ ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരായിട്ട് കരുതാനേ പാടില്ല. ജനങ്ങളുടെ അടുത്ത് പോയി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് തീർന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരു രീതിയിലും ആയിരിക്കും. മോദിജി എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യുള്ളൂ. കെജ്രിവാൾജി എന്ത് പറയുന്നു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. അത് മാത്രമല്ലാണ്ട് ജനങ്ങളുടെ വിശ്വാസം, മോദിജി ജനങ്ങളുടെ വിശ്വാസം മുഴുവനും നേടിയെടുത്തിരിക്കുകയാണ്. കെജ്രിവാൾജി മുഴുവൻ തോറും ജനങ്ങളുടെ വിശ്വാസം മണ്ണിനോടൊപ്പം നശിപ്പിച്ചു കളഞ്ഞിരിക്കുക. പീയൂഷ് സാർ താങ്കളോട് നിറയെ ചോദ്യങ്ങൾ ചോദിച്ചു, എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാതെ പോയില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി രാഹുൽ ദേവിന്റെ ജഡ്ജിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതുവരെ കാത്തിരിക്കുക. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോടാണ്. അദ്ദേഹത്തോട് കുടുംബ രാഷ്ട്രീയത്തെപ്പറ്റി ചോദിച്ചു.
അദ്ദേഹത്തോട് ജനാധിപത്യ ദംസനത്തെ പറ്റി ചോദിച്ചു. അദ്ദേഹത്തോട് പണാധിപത്യത്തെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ജഡ്ജിയായ സീനിയർ ജേർണലിസ്റ്റ് രാഹുൽ ദേവിന്റെ ജഡ്ജിമെന്റ് എന്താണെന്ന് നോക്കാം. ഇന്നൊരു ജഡ്ജായിട്ട് എന്റെ പണി വളരെ കഷ്ടമാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ഗസ്റ്റ് പീയൂഷ് ഗോയൽ. ഇന്നിവിടെ നടന്ന ഈ വിചാരണയിൽ അദ്ദേഹത്തിന്റെ സംസാരിച്ചപ്പോൾ ഇമ്പോർട്ടൻ്റായ കാര്യം എന്താന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വക്കീല് രജത് ശർമ്മ നിങ്ങളിലുള്ള കുറ്റം പറയാനും നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കാനും വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരന് ഇത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഓരോ കുറ്റങ്ങൾക്കും ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹത്തിന്റെ തലവൻ പ്രധാനമന്ത്രി മോദിജിയെ നല്ല രീതിക്ക് സംസാരിച്ചും വളരെ സത്യസന്ധമായിട്ടും നുണകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ മേത്ത് എന്തോരം അക്യൂസേഷൻ ഉണ്ടെങ്കിലും ഇന്ന് വക്കീല് നല്ല രീതിക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ വിചാരണ മൂലം പീയൂഷ് ഗോയൽ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമുള്ള തലവന് വിശ്വാസമായ ഒരു ഹനുമാനായും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു നല്ല വെൽവിഷറായും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട് നിങ്ങളെ ഇവിടുന്ന് ഇതിനു വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് പീയൂഷ് ഗോയലിനോടാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ അടുത്ത 25 വർഷത്തിനുള്ളിൽ പല പുതിയ പദ്ധതികളും കൊണ്ടുവരാൻ പോവുകയാണ്. രാജ്യത്തിന്റെ തലയെഴുത്ത് തന്നെ മാറ്റാൻ പോവുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആപ്കി അദാലത്തിന്റെ ഈ എപ്പിസോഡ് പൂർത്തിയാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.